വലിയ നോമ്പിലെ 31 ദിവസം സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കോസ് അറിയിച്ച സുവിശേഷം 4 അധ്യായം 16 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. സിനഗോഗിൽ ആയിരുന്നുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ ചുരുളിൽ നിന്ന് ഈശോ വായിക്കുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്, ദരിദ്രർക്ക് സുവിശേഷം അറിയിക്കുവാനും ബന്ധിതർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഈശോയുടെ ഈ വാക്കുകൾ തിരുവെഴുത്തുകളിൽ നിന്നുള്ള ഒരു കേവല വായന മാത്രമല്ല, ഈശോയുടെ ദൗത്യത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. ഇവിടെ താൻ ആരാണ് എന്നും ലോകത്തിലേക്ക് താൻ എന്തിനാണ് വന്നത് എന്നും ഈശോ വെളിപ്പെടുത്തുന്നു. ദരിദ്രർക്കും തകർന്നവർക്കും മുറിവേറ്റവർക്കും ഭാരം വഹിക്കുന്നവർക്കുമൊക്കെ വേണ്ടിയാണ് അവൻ വന്നത്. പാപത്തിലും ഭയത്തിലും ദുഃഖത്തിലും നിരാശയിലും അകപ്പെട്ടു പോയവരെ തേടിയാണ് ഈശോ ലോകത്തിലേക്ക് വന്നത്. നമുക്ക് സ്വാതന്ത്ര്യവും പുതുജീവനും നൽകാൻ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ അന്ധകാരത്തിൻ്റെ ഇടങ്ങളിലേക്കാണ് വന്നിരിക്കുന്നത്. ഈശോയുടെ ദൗത്യം ശിക്ഷാവിധിയല്ല, പിന്നെയോ നമ്മുടെ പുനരുദ്ധാരണമാണ്. പലപ്പോഴും നമുക്കത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നാം ഓരോരുത്തരും ഏതെങ്കിലും തരത്തിലുള്ള ദാരിദ്ര്യമോ അടിമത്തമോ അനുഭവിക്കുന്നുണ്ട്. ആത്മീയ ദാരിദ്ര്യം, ചില ശീലങ്ങൾ, ഭയങ്ങൾ, നീരസങ്ങൾ, പാപങ്ങൾ, ഇവയുടെയൊക്കെ ബന്ധനം, ഒരുപക്ഷെ ദൈവ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം ആത്മീയ അന്ധത, ഇവയൊക്കെ നമ്മുടെ ദൈനംദിന ജീവിത യാഥാർത്ഥ്യങ്ങളാണ്. ഇന്ന് നാം ഈ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്നുണ്ടോ എങ്കിൽ ക്രിസ്തു നമുക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത് എന്നരുൾ ചെയ്യുകയാണ്. ഈശോ അന്ധർക്ക് കാഴ്ച നൽകാൻ വന്നതാണെന്ന് പറയുമ്പോൾ ജീവിതത്തെ വ്യത്യസ്തമായി കാണാൻ കഴിയേണ്ടതിന് നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറക്കുക എന്നതും അർത്ഥമാക്കുന്നു. ദൈവാനുഗ്രഹങ്ങൾ കുറെ കൂടി വ്യക്തമായി നാം കാണാൻ തുടങ്ങുന്നു. നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ അന്തസ്സ് കാണാൻ നമുക്ക് സാധിക്കുന്നു. നാം പിൻചെല്ലാൻ ദൈവം ആഗ്രഹിക്കുന്ന ദിശ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നു. തടവുകാരെ മോചിപ്പിക്കുന്നതിനെ കുറിച്ച് ഈശോ പറയുമ്പോൾ ഈശോയുടെ കൃപ ഏതൊരു പാപത്തെക്കാളും ബലഹീനതയെക്കാളും ശക്തമാണെന്ന് അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നാം എത്ര പ്രാവശ്യം വീണുപോയാലും ദൈവത്തിൻ്റെ കരുണ എല്ലായ്പ്പോഴും ശ്രേഷ്ഠമാണ്. അതിനാൽ ഈ നോമ്പ് ഒരു ഇരുണ്ട കാലമായിരിക്കരുത്. ഇത് പ്രത്യാശയുടെയും പുതുക്കലിൻ്റെയും കാലമാകണം. നമ്മുടെ ജീവിതത്തിലും സദ്വാർത്ത കൊണ്ടുവരുവാൻ ഈശോ നമ്മെ ക്ഷണിക്കുകയാണ്. തകർന്നവയെ സുഖപ്പെടുത്താനും നഷ്ടപ്പെട്ടവയെ പുനഃസ്ഥാപിക്കാനും. ഈ നോമ്പുകാല യാത്രയിൽ നാം ആത്മാർത്ഥമായി നമ്മുടെ ഹൃദയങ്ങൾ തുറക്കുകയാണെങ്കിൽ നമുക്കും ഈ മനോഹാരിത അനുഭവിക്കാൻ സാധിക്കും. നസറത്തിലെ സിനഗോഗിൽ ഈശോ പ്രഖ്യാപിച്ച അതേ ദൗത്യം ഇന്നും അവൻ തുടരുന്നു എന്നുള്ളതാണ്. അവനിപ്പോഴും ദരിദ്രർക്ക് സന്തോഷ വാർത്ത നൽകുന്നു. അവനിപ്പോഴും അന്ധർക്ക് കാഴ്ച നൽകുന്നു. അവൻ ഇപ്പോഴും ഹൃദയങ്ങളെ സ്വതന്ത്രമാക്കുന്നു. നാം അനുവദിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഈശോ അപ്രകാരം തന്നെ ചെയ്യും. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.